എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ആ ഒരു വീക്ഷണം മാതൃഭൂമി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാർഷിക മേഖലയിലും അത്തരത്തിൽ തന്നെ നല്ല വാർത്തകൾ, എപ്പോഴും നെഗറ്റീവ് വാർത്തകൾ മാത്രമല്ല, നല്ല വാർത്തകളുണ്ട് ജീവിതത്തിൽ നമുക്ക് ചുറ്റുമെന്ന് കാണിച്ചു തരാൻ മാതൃഭൂമി മുൻകൈയെടുക്കുന്നുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന മുഴുവൻ ആളുകളെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ മുന്നിലിരിക്കുന്ന ദാമോദരേട്ടനായാലും വരദരാജൻ സാറായാലും വാര്യർ സാറായാലും എല്ലാവരും തന്നെ നമ്മുടെ മാതൃകയാണ്. ഇത് ഇവരെ അഭിനന്ദിക്കുന്നതിനപ്പുറത്തേക്ക് എത്രമാത്രം ഇത് ജീവിതത്തിൽ പകർത്താൻ കഴിയുമെന്നുള്ളൊരു ഒരു പേടിയാണ് ഉത്തരവാദിത്വ ബോധത്തോടൊപ്പം എൻ്റെ മനസ്സിലുള്ളത്. എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഇവരുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒപ്പം തന്നെ മാതൃഭൂമി ഏറ്റെടുക്കുന്ന എല്ലാ നന്മകൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു മാം. Now we have Dr. Anil Kumar A, Dean from the Kerala Agriculture University, to give away the felicitation address. ആരാധനായ Honorable Governor of Kerala, Retired Justice Sri P. Sadashivam, ബഹുമാന്യനായ കേരള കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാർ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ നല്ലൊരു അനുഭവമായിരുന്നു ഈ കൃഷിഭൂമി പുരസ്കാരവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, അടുത്ത കാലത്ത് മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള വളരെ ഏറ്റവും പൊതുജന ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള, വിശിഷ്യ കർഷക ശ്രദ്ധ ആകർഷിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മൾ ഈ കൃഷിഭൂമി പുരസ്കാരം എന്നുള്ളത്. അതിന് തീർച്ചയായും ഇതിനൊരു നേതൃത്വം നൽകിയ മാതൃഭൂമി ചാനലിനെയും അതിൻ്റെ ഉത്തരവാദപ്പെട്ട എല്ലാവരെയും അഭിനന്ദിക്കാനുള്ളൊരു അവസരമായി ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. നമുക്കറിയാം, മനുഷ്യ സമൂഹത്തിൻ്റെ അടിസ്ഥാന വിഷയമാണ് കൃഷിയെങ്കിൽ പോലും ഈ സമകാലിക സാഹചര്യത്തിൽ യുവാക്കളും കർഷകരും ഒക്കെ തന്നെ കൃഷിയിലുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൃഷിയോട് ആഭിമുഖ്യം കൂട്ടാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു നല്ല പരിപാടിയാണ് ഇതിലൂടെ മാതൃഭൂമി ചാനൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഈ പരിപാടിയിലൂടെ വിവിധ നല്ല കർഷക മാതൃകകളെയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ ഈ പരിപാടിയിലൂടെ ചാനൽ മുന്നോട്ട് വച്ചിരിക്കുന്നത്. സാധാരണ കർഷക അവാർഡുകളിൽ നിന്ന് ഈ അവാർഡിനെ വ്യത്യസ്തമാക്കുന്നത് എത്രമാത്രം കൃഷി ചെയ്യുന്നുണ്ട്, എത്രമാത്രം കൃഷി സ്ഥലമുണ്ട്, അതുപോലെ തന്നെ ഉൽപ്പാദനത്തിൻ്റെ തോതെന്താണ് എന്നീ മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കി അല്ല ഈ അവാർഡ് നിർണ്ണയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത. അതുതന്നെയാണ് മറ്റ് കർഷക അവാർഡുകളിൽ നിന്നും ഈ പുരസ്കാരത്തെ വ്യത്യസ്തമാക്കുന്നതാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. നമുക്കറിയാം, ഘട്ടത്തിൽ 10ഓളം കർഷക പ്രതിഭകളെയാണ് ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടുള്ളത്. ഈ ഓരോ കർഷകനും വ്യത്യസ്തമായ രീതി, ഓരോരുത്തരും അവരുടേതായ രീതിയിൽ വ്യത്യസ്തത പുലർത്തുകയും ഈ കൃഷിയോട് പൂർണ്ണമായ ആത്മസമർപ്പണം, ഒരു ജൈവബന്ധം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന ആളുകളായിട്ടുള്ള 10 പേരെ കർഷക പ്രതിഭകളെയാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്തത്. അതിനുശേഷം അത് രണ്ടാം ഘട്ടത്തിൽ 6 പേരെ തിരഞ്ഞെടുത്തു. അവസാനം കർഷക ജേതാക്കളെ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രിയൊക്കെ സാധാരണഗതിയിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടായി സൂചിപ്പിക്കാറുള്ളത് പോലെ പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് കാർഷിക വികസന പ്രവർത്തനങ്ങൾ, കാർഷികോൽപാദന പ്രക്രിയ എങ്ങനെ നടത്താമെന്നുള്ളതാണ് ഈ തിരഞ്ഞെടുക്കപ്പെട്ട 10 പേരും, ആദ്യഘട്ടത്തിൽ 10 പേരും കാണിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതിന് പരിസ്ഥിതി സംരക്ഷണത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള കാർഷികോൽപാദന പ്രക്രിയയാണ് ഈ എല്ലാവരും തന്നെ തിരഞ്ഞെടുത്തിട്ടുള്ളത്, അവരുടെ ജീവിതമാർഗമായി തിരഞ്ഞെടുത്തിട്ടുള്ളത് എന്ന് തന്നെയാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട എടുത്തു കാണിക്കേണ്ട ഒരു വസ്തുതയായി ഞാൻ മനസ്സിലാക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം, ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ട 10 കർഷകരും ഓരോരാളും വ്യത്യസ്തത പുലർത്തുന്നവരാണ് എന്നുള്ളതാണ്. ഈ അവാർഡ് ജേതാക്കളായ കണ്ണൂരിൽ നിന്നുള്ള സഹോദരന്മാർ ആ നാട്ടിലെ ഏറ്റവും ആദരണീയരായ മികച്ച കർഷകരാണ്. അതുപോലെ തന്നെ നാട്ടിൽ അവർക്ക് വളരെയധികം സ്വീകാര്യതയാണ്. കർഷകരുടെ സംഘടനാ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായി ഇടപെടുന്നവരാണ്. ഉദാഹരണത്തിന്, സാധാരണ കർഷകരിൽ നിന്ന് വ്യത്യസ്തമായി കരിമ്പ് പോലെയുള്ള വിളകൾ അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുകയും അത് വലിയ രീതിയിൽ അവിടെ പ്രചരിപ്പിക്കാനും ശ്രമിക്കുന്നതിനകത്ത് പ്രധാന പങ്ക് വഹിച്ച ആളുകളാണ് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട എടുത്തു കാണിക്കാൻ എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. ഇതോടൊപ്പം നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ തിരഞ്ഞെടുക്കപ്പെട്ട 10 കർഷകരും അവരുടെ ആത്മസമർപ്പണം, കൃഷി തന്നെയാണ് അവരുടെ ജീവിതം. കൃഷിയിൽ നിന്ന് മാറിയിട്ട് അവർക്കൊരു ജീവിതമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ പരിപാടിയിലൂടെ പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചത് കൃഷിയിലുള്ള ആത്മസമർപ്പണവും അതിനുള്ള
കമ്മിറ്റ്മെൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് ആളുകൾക്ക് മനസ്സിലാക്കാനും യുവാക്കളെയും കുട്ടികളെയും ആകർഷിക്കാനും കൂടി പറ്റുക എന്നുള്ളത് ഇതൊരു പ്രധാനപ്പെട്ട വസ്തുതയായി കാണേണ്ടതുണ്ട്. ഇവർ കൃഷി ചെയ്യുക മാത്രമല്ല ചെയ്ത് ഈ കൃഷിയോട് ആർജിച്ചിട്ടുള്ള വിജ്ഞാനം, അതിൽ നിന്നുള്ള ബോധ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്ന അധ്യാപകരായും അതാത് പ്രദേശങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം ആയിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ തന്നെ മത്സരത്തിൽ അവാർഡ് ജേതാക്കളല്ലെങ്കിൽ പോലും പറയാവുന്ന 1-2 നല്ല മാതൃകകളുണ്ട്. അത് ഉദാഹരണത്തിന് അടിമാലിയിലെ കാർമൽ ജ്യോതി സ്കൂൾ, അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെ നേതൃത്വത്തിൽ അവിടുത്തെ സ്പെഷ്യൽ സ്കൂളാണ്. ഭിന്നശേഷിയുള്ള കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വികാസനത്തിന് കൃഷി എങ്ങനെ ഉപയോഗിക്കാമെന്ന് അടിസ്ഥാനത്തിൽ അവരത് ഉപയോഗിക്കുകയും വളരെ നല്ല തരത്തിലുള്ള വിജയം ഉണ്ടാവുകയും ചെയ്യാൻ പറ്റിയെന്നതാണ്. അത് കൃഷി എല്ലാവരുടെയും ഒരു അടിസ്ഥാന വിഷയമാണ് എന്നുള്ളതിന് ഉൾക്കൊള്ളാനും ശരിക്കും മറ്റുള്ളവർക്ക് അതൊരു മാതൃകയായി, ആ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു മാതൃകയായി കാണണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ ഒരു ഗോവിന്ദൻകുട്ടി വാര്യർ എന്ന് പറയുന്ന ഒരു കർഷകൻ 86-ാമത്തെ വയസ്സിൽ യുവാവിൻ്റെ ചുറുചുറുക്കോടുകൂടിയാണ് അദ്ദേഹം കാർഷിക പ്രവർത്തനങ്ങൾ എഴുതുന്നത്. 82-ാമത്തെ വയസ്സിൽ അദ്ദേഹം MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓർഗാനിക് ഫാമിംഗ് ജൈവ കൃഷിയിൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ടെന്നതാണ്. ഇതൊക്കെ ഒരു സാധാരണഗതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മാതൃകകളല്ല. അതുപോലെ ഓരോരാളും ഇപ്പോൾ ആലപ്പുഴയിൽ നിന്നുള്ള ശുഭകേശൻ എന്നുള്ള ഒരു കർഷകനാണെങ്കിൽ വിത്തിൻ്റെ പ്രാധാന്യം, പരമ്പരാഗത വിത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വിത്തുൽപാദനത്തിൽ ഊന്നിക്കൊണ്ടുള്ള കാർഷിക പ്രവർത്തനങ്ങളാണ് ഇടപെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ പാലക്കാട് നിന്നുള്ള നമ്മുടെ അരവിന്ദൻ എന്ന കർഷകൻ, അദ്ദേഹം കാർഷിക പ്രവർത്തനങ്ങളോട് ഇടപെടുന്നതോടൊപ്പം തന്നെ വൈവിധ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കർഷകനാണ്. അങ്ങനെ ഓരോരുത്തരും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും തന്നെ അവരുടേതായ രീതിയിൽ കാർഷിക വികസന പ്രവർത്തനങ്ങളിൽ അവരുടേതായ തനത് മുദ്ര കാണിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത്. തീർച്ചയായും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയുമായി സഹകരിക്കാൻ സാധിച്ചത് ഒരു വലിയ അനുഭവമായി എനിക്ക് കാണുന്നത്. നമ്മുടെയൊക്കെ യൂണിവേഴ്സിറ്റിയിലൊക്കെ കാർഷിക ഗവേഷണ വിജ്ഞാന വ്യാപന പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന ഒരാളെങ്കിൽ കൃഷിക്കാരുമായിട്ട് മനസ്സിലാക്കാൻ, അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങളും അവരുടെ യഥാർത്ഥ കാഴ്ചപ്പാടും മനസ്സിലാക്കാനുള്ള ഒരവസരമായിട്ട് കൂടി എനിക്കിതിനെ മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായും ഇങ്ങനൊരു പരിപാടിക്ക് കൃഷിയെ അത്യന്തം സ്നേഹിക്കുന്ന, കൃഷിയെ വളരെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ബഹുമാന്യനായ ആരാധ്യനായ ഗവർണർ തന്നെ ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനുള്ള സന്തോഷവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലുള്ള പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സാധിച്ചതിനുള്ള സന്തോഷവും ഞാൻ ഇവിടെ അറിയിക്കുകയാണ്. അതോടൊപ്പം എന്നെ വിധികർത്താക്കളിൽ ഒരാളായി എന്നെ സെലക്ട് ചെയ്ത മാതൃഭൂമിയുടെ ബന്ധപ്പെട്ടവരോട് നന്ദി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. I now request our Managing Editor, Shri P.V. Chandran, to deliver the keynote address. ബഹുമാനപ്പെട്ട ഗവർണർ ജസ്റ്റിസ് പി സദാശിവം, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ, ശ്രീമതി TN സീമ, ഡോക്ടർ A അനിൽകുമാർ, ശ്രീ മോഹൻ നായർ, ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസിൻ്റെ കൃഷിഭൂമി അവാർഡ് ജേതാക്കളായ കർഷക സുഹൃത്തുക്കളെ, വേദിയിലും സദസ്സിലുമുള്ള മറ്റു സഹോദരങ്ങളെ, നിങ്ങൾക്കെൻ്റെ വിനീതമായ നമസ്കാരം. വളരെയേറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നത്. 1923 സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ആരംഭിച്ചതാണ് മാതൃഭൂമി ദിനപത്രം. അച്ചുനിരത്തി കൈക്കൊണ്ടിരിക്കുന്ന പ്രസ്സിൽ അച്ചടിക്കുന്ന ഒരു പത്രമായി തുടങ്ങിയ മാതൃഭൂമി ഇന്ന് ഇന്ത്യയിലെ തന്നെ വലിയ മൾട്ടിമീഡിയ സ്ഥാപനങ്ങളിൽ ഒന്നായി വളർന്നിരിക്കുന്നു. ദുബായ് അടക്കമുള്ള 15 എഡിഷൻ ഉള്ള ദിനപത്രം കൂടാതെ 10ഓളം മറ്റു പ്രസിദ്ധീകരണങ്ങൾ, ബുക്ക് പബ്ലിഷിംഗ് ഹൗസ്, ഓൺലൈൻ എഡിഷൻ, FM റേഡിയോ, ദൃശ്യമാധ്യമ രംഗത്ത് മാതൃഭൂമി ന്യൂസ്, കപ്പ TV എന്നിങ്ങനെ 2 ചാനലുകൾ തുടങ്ങി മാതൃഭൂമി വളർന്നുകൊണ്ടിരിക്കുകയാണ്. വാർത്തകളിലെ വിശ്വാസ്യതയാണ് മാതൃഭൂമിയുടെ മുഖമുദ്ര. മാതൃഭൂമി തുടക്കം മുതൽ നാടിൻ്റെയും നാട്ടുകാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും വേണ്ടിയാണ് നിലകൊണ്ടത്. കേരളത്തിലെ കുട്ടികൾക്കിടയിൽ പരിസ്ഥിതി ബോധം വളർത്തിയെടുക്കാൻ ആരംഭിച്ച സീഡ് പദ്ധതിയും കുട്ടികൾക്കിടയിൽ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വം വളർത്തിയെടുക്കാൻ രൂപം കൊണ്ട നന്മ പദ്ധതിയും
വിജയകരമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ അവിടെ സഹായമെത്തിക്കാൻ ചെന്നൈക്കൊരു കൈത്താങ് എന്ന പദ്ധതിയിലൂടെ മാതൃഭൂമി മുന്നോട്ടിറങ്ങിയതും കോഴിക്കോട് മെഡിക്കൽ കോളേജ് നവീകരണത്തിനായി മിഷൻ മെഡിക്കൽ കോളേജ് എന്ന പരിപാടി ആരംഭിച്ചതും മാതൃഭൂമിയുടെ സാമൂഹ്യ ബാധ്യതയുടെ ഭാഗമാണ്. 1975 ഇന്ത്യയിൽ ആദ്യമായി മാതൃഭൂമി ദിനപത്രം കാർഷിക രംഗം പങ്ക്തി ആരംഭിച്ചുകൊണ്ട് മാധ്യമരംഗത്ത് ഒരു പുതിയ പരീക്ഷണത്തിന് തുടക്കമിട്ടത്. അത് വിജയമാകുമോ എന്ന് ആശങ്കയുണ്ടായിരുന്നെങ്കിലും അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് അഭൂതപൂർവമായ പിന്തുണയാണ് വായനക്കാരിൽ നിന്ന് കാർഷിക രംഗം പദ്ധതിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമി തുടക്കം കുറിച്ച ഈ കാർഷിക വിജ്ഞാന പ്രചരണ മേഖലയിൽ ഇന്ന് ഇന്ത്യയിലെ വർത്തമാന പത്രങ്ങളെല്ലാം കൂടി പ്രതിവർഷം ആയിരക്കണക്കിന് പേജുകൾ നീക്കിവെക്കുന്നു എന്ന് അഭിമാനത്തോടെ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്നതാണ്. കൊല്ലം തോറും വളരെ വിപുലമായ രീതിയിൽ കാർഷിക മേളകളും മാതൃഭൂമി നടത്തി വരുന്നുണ്ട്. 5 വർഷം മുമ്പ് ആരംഭിച്ച മാതൃഭൂമി ന്യൂസ് മണ്ണിൻ്റെ മക്കൾക്ക് വേണ്ടി മറ്റൊരു ഉപഹാരം കാഴ്ചവെക്കുകയുണ്ടായി. അതായിരുന്നു കൃഷിഭൂമി ബുള്ളറ്റിൻ. കാർഷിക വിഭവങ്ങൾക്ക് അയൽ സംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ ഈ കൃഷിഭൂമി ബുള്ളറ്റിൻ ഏറെ താല്പര്യത്തോടെ ഏറ്റെടുത്തു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ പരിപാടിയിലൂടെ കേരളത്തിലെ അറിയപ്പെടുന്നവരും അല്ലാത്തവരുമായ നിരവധി കർഷക സുഹൃത്തുക്കളെയും വിവിധ കൃഷി രീതികളെയും ഞങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. മണ്ണിൽ നിന്ന് പൊന്നു വിളയിക്കുന്ന ഈ കർഷകരെ ആദരിക്കാൻ മാതൃഭൂമി ഏർപ്പെടുത്തിയ ആദ്യത്തെ മാതൃഭൂമി ന്യൂസ് കൃഷിഭൂമി അവാർഡിന് അർഹരായ എല്ലാവരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കട്ടെ. ഈ കർഷക സുഹൃത്തുക്കൾക്ക് അവാർഡ് നൽകാൻ ബഹുമാനപ്പെട്ട കേരള ഗവർണർ തന്നെ ഇവിടെ എത്തി എന്നതിൽ ഈ അവാർഡിൻ്റെ ചടങ്ങിൻ്റെ പൊലിമ വർദ്ധിപ്പിക്കുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് കൂടുതൽ ഊർജവും ആവേശവും നൽകുന്നതെന്ന് അറിയിക്കാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കേരളത്തിൻ്റെ കാർഷിക അഭിവൃദ്ധിക്ക് വേണ്ടി കൃഷി വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും അറിയിക്കട്ടെ. കൃഷിയെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ബാധ്യതയും കടമയുമാണെന്ന് ഞങ്ങൾ കരുതുന്നു. ഇക്കാര്യത്തിൽ മാതൃഭൂമി എക്കാലത്തും മുൻപന്തിയിലുണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. Thank you, sir. We have with us Shri VS Sunilkumar, Honorable Minister for Agriculture, Government of Kerala. Sir, I invite you for the presidential address for the evening. ആരാധനായ കേരളത്തിൻ്റെ ഗവർണർ ശ്രീ ജസ്റ്റിസ് പി സദാശിവം അവർകൾ, മാതൃഭൂമിയുടെ മാനേജിംഗ് എഡിറ്ററായിട്ടുള്ള ശ്രീ PV ചന്ദ്രൻ, ഹരിത കേരള മിഷൻ്റെ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി TN സീമ, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഡീൻ ഡോക്ടർ അനിൽകുമാർ, സ്വാഗതം പറഞ്ഞ ശ്രീ മോഹൻ നായർ, പ്രിയപ്പെട്ട ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ, ഇന്നിവിടെ മാതൃഭൂമിയുടെ കൃഷിഭൂമി അവാർഡ് കരസ്ഥമാക്കിയ കർഷകർ, അതോടൊപ്പം ഫൈനലിസ്റ്റുകളായി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാൻ ആദ്യമായി കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ കേരളത്തിലെ കൃഷിക്കാർക്കെല്ലാം വേണ്ടി മാതൃഭൂമിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. കാരണം ഒരു വാർത്താ ചാനൽ കാർഷിക കേരളത്തിന് വേണ്ടി, കൃഷിക്കാർക്ക് വേണ്ടി, അതുപോലെ പാവപ്പെട്ട മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രത്യേക പങ്ക്തി അവരുടെ ദൃശ്യമാധ്യമത്തിലൂടെ ആരംഭിച്ചു എന്നുള്ളത് മാതൃഭൂമിക്കാണ് അത് ആദ്യം ആരംഭിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുത്തത് തന്നെ മാതൃഭൂമി തുടർന്നു വരുന്ന അവരുടെ മഹനീയമായ ഒരു പാരമ്പര്യത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് എന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ അവരോട് നന്ദി രേഖപ്പെടുത്താൻ ഈ സന്ദർഭം ഉപയോഗിച്ചത്. മാത്രമല്ല, ഒരുപക്ഷെ ആരാലും അറിയപ്പെടാതെ മണ്ണിൽ പണിയെടുത്ത് ജീവിതം നീക്കിക്കൊണ്ടിരുന്ന ഇതുപോലെയുള്ള പാവപ്പെട്ട കർഷകരെ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ
അവർക്കൊരു അംഗീകാരം നൽകാൻ മാതൃഭൂമി കാണിച്ച പ്രത്യേകമായ താല്പര്യമാണ് ഇതിന് പിന്നിലുള്ളത്. ഇത് അവർക്ക് മാത്രമല്ല പ്രചോദനമായിട്ടുള്ളത്. ഇത് കേരളത്തിലെ ഒരുപാട് ആളുകൾക്ക്, നമ്മൾ TV ചാനലിൽ കാണുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അതിനകത്ത് ശ്രീമതി സീമ അവിടെ സൂചിപ്പിച്ച പോലെ കണ്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ദൃശ്യങ്ങൾ അതിലൂടെ പ്രദാനം ചെയ്യുക മാത്രമല്ല, നമുക്ക് മനസ്സിന് സന്തോഷം വരുന്ന ഒരുപാട് കാര്യങ്ങൾ കാണുക മാത്രമല്ല, കൃഷിയോടുള്ള ഒരു പ്രചോദനം, കൃഷി ചെയ്യാനുള്ള താല്പര്യം അത് ഒരുപാട് പേർക്ക് ഉണ്ടാകുന്നതിന് കൂടി ഈ ഒരു പരിപാടി വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഒരുപാട് ചാനലുകളും ഇത് ഏറ്റെടുത്ത് കഴിഞ്ഞു. പല ചാനലുകളും ഇന്ന് കൃഷിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടി വെക്കുന്നുണ്ട്. പണ്ട് നമ്മുടെ ആകാശവാണിയിലെ വയലും വീടും ഒരു കാലത്ത് നമ്മളെല്ലാവരും നിത്യം കേട്ടുകൊണ്ടിരുന്ന, നമ്മുടെ കേൾവിക്ക് സുഖകരമായിരുന്ന ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ഇത് കേൾവിക്ക് മാത്രമല്ല കാഴ്ചയ്ക്കും. ഇന്ന് ഈ അവാർഡ് കൊടുക്കുന്ന, അത് നമ്മുടെ അവാർഡ് ഏറ്റുവാങ്ങിയ കൃഷിക്കാരെ പോലെ തന്നെ ഈ അവാർഡ് കൊടുക്കുന്ന വ്യക്തി ബഹുമാനായിട്ട് നമ്മുടെ ഗവർണർ ശ്രീ സദാശിവം, നമ്മുടെ ജസ്റ്റിസ് സദാശിവം സാർ, അദ്ദേഹം ജന്മനാ അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം ഇപ്പോഴും എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ കാർഷിക മേഖലയുടെ താല്പര്യം, ട്രാക്ടർ ഓടിക്കുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം അത്രമാത്രം താല്പര്യമുള്ള ഒരു വലിയൊരു മനസ്സുള്ള ഒരാളാണ്. കൃഷിക്കാരൻ്റേതായിട്ടുള്ള എല്ലാ നൈർമല്യമുള്ളൊരു മനുഷ്യൻ അദ്ദേഹം, സ്നേഹിയാണ് അദ്ദേഹം. കൃഷിക്കാരോട് പ്രത്യേക താല്പര്യമുണ്ട്. എനിക്ക് നന്നായി അനുഭവിച്ചുള്ള ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹമാണിത് കൊടുക്കാൻ ഏറ്റവും അർഹനായിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് അത് വാങ്ങുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഒരിക്കൽ കേട്ടത്, അദ്ദേഹം കൃഷിഭൂമി സ്ഥിരമായി അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹം എല്ലാ പരിപാടികളും കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം സ്ഥിരമായി കാണുന്നത് മാതൃഭൂമിയുടെ കൃഷിഭൂമി എന്ന പരിപാടി അദ്ദേഹം സ്ഥിരമായി കാണാറുണ്ടെന്ന് 1-2 സ്ഥലത്ത് പ്രസംഗിക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ടായി. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ മലയാളം സംസാരിച്ച് തന്നിട്ട് മനസ്സിലാവുന്ന ആളാണ്. അദ്ദേഹം മലയാളം സംസാരിക്കുന്നില്ലെങ്കിലും നന്നായി മലയാളം മനസ്സിലാകുന്ന ആൾ കൂടിയാണ് അദ്ദേഹം. അത് സ്ഥിരമായി ഈ കൃഷിഭൂമി കാണുന്നതുകൊണ്ട് കൃഷി വകുപ്പിനെപ്പറ്റി, കൃഷിയെപ്പറ്റി അദ്ദേഹത്തിന് ഒരുപാട് കാര്യം അറിയാനും കൂടി കഴിയുന്നു എന്നുള്ള എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് മാതൃഭൂമി തരുന്ന പിന്തുണ വളരെ വലുതാണ്. തുടർന്നും അതുണ്ടാകണം എന്ന് ഞാൻ മാതൃഭൂമിയോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ പുതിയ തലമുറയെ കൃഷിയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ ഒരു പ്രചോദനമാണ് നമുക്ക് ആവശ്യം. നമ്മുടെ നാട്ടിൽ പൊതുവായി കൃഷിക്കാരെ പറ്റിയും കൃഷിയെപ്പറ്റിയും പറയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പ്രചരണ രീതി നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയമായി. എല്ലാവരും പറയും കൃഷി നഷ്ടമാണ്, കൃഷി കൊണ്ടൊരു ഗുണം ഉണ്ടാവില്ല. കൃഷിക്കാരനാവുക എന്ന് പറയുന്നത്, കൃഷിയിലേക്ക് വരിക എന്ന് പറയുന്നത് ഒരു അപകടം ചെയ്യുന്ന പോലെയാണ് നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഒരു പുതിയ തലമുറയിലെ ഒരു കുട്ടിയെ കൃഷിക്കാരനാക്കി വളർത്താൻ നമ്മൾ ആരും ആഗ്രഹിക്കാറില്ല. അതിന് കാരണം അവൻ നശിച്ചു പോകും എന്നുള്ളതുകൊണ്ടാണ് എന്നാണ് പ്രചരണം. പക്ഷേ വാസ്തവത്തിൽ നമ്മൾ കൃഷി പഠിപ്പിക്കാതെ, കൃഷിയെപ്പറ്റി പഠിപ്പിക്കാതെ, കൃഷിയുടെ അടിസ്ഥാനപരമായ ഒരു തത്വം എന്ന് പറയുന്നത് അധ്വാനത്തിൻ്റെ മഹത്വമാണ് കൃഷിയുടെ അടിത്തറ എന്ന് പറയുന്നത്. നമ്മൾ കൃഷി പഠിപ്പിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം നമ്മൾ അധ്വാനത്തിൻ്റെ മഹത്വം നമ്മുടെ തലമുറയെ പകർന്നു കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അപജയത്തിൻ്റെ ഒരു അടിത്തറകളിൽ ഒന്ന്. കാർഷിക സംസ്കാരത്തെ നമ്മൾ പുതിയ തലമുറയിലേക്ക് സന്നിവേശിപ്പിക്കാൻ നമ്മൾ കാണിക്കുന്ന വിമുഖതയാണ്. അതിൽ എനിക്ക് നിർദ്ദേശിക്കാനുള്ള, കൃഷി നഷ്ടമാണ്, കൃഷി മോശപ്പെട്ടൊരു പ്രൊഫഷനാണ്, കൃഷിയിലൂടെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല തുടങ്ങിയിട്ടുള്ള നമ്മുടെ പല്ലവികളും പ്രചരണങ്ങളും നമ്മൾ അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. കൃഷി എന്ന് പറയുന്നതിൻ്റെ ലാഭം ഈ സമൂഹത്തിനാണ്. കൃഷിക്കാരൻ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ ലാഭം നേടുന്നവരാണ് നമ്മളെല്ലാവരും. ഇവിടെ ഇരിക്കുന്ന ഈ കൃഷിക്കാരായിട്ടുള്ള രാജേട്ടനും ദാമോദരേട്ടനും തുടങ്ങി വാര്യമാഷ് വരെയുള്ള ആളുകൾ, അവർ ചെയ്യുന്ന അധ്വാനത്തിൻ്റെ നേട്ടം ഉണ്ടാക്കുന്ന ആൾ അവരല്ല, വാസ്തവത്തിൽ ഈ സമൂഹമാണ്. അവരെപ്പോലെയുള്ള 10,000-കണക്കിന് കൃഷിക്കാർ മഞ്ഞും മഴയും വെയിലും കൊണ്ട് ചെളിയിലും പറമ്പിലും പണിയെടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. അല്ലാതെ ഇവിടുത്തെ മറ്റ് എല്ലാ മേഖലയുടെയും ശക്തി കൊണ്ടല്ല നമ്മൾ മുന്നോട്ട് പോകുന്നത്. അടിസ്ഥാനപരമായ ഒരു മനുഷ്യന് വേണ്ട ഭക്ഷണം ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി പണിയെടുക്കുന്ന ആളുകളാണ് കൃഷിക്കാർ. അവരെയാണ് നമ്മുടെ സമൂഹം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അവഗണിക്കുകയും അംഗീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്നത്. ഇനിയെങ്കിലും ഈ സമൂഹം അവരോട് കാണിക്കേണ്ട, ഒരു കാലത്ത് ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു, ജയ് ജവാൻ ജയ് കിസാൻ. അത് നമുക്ക് വീണ്ടും ആവർത്തിച്ച് വിളിക്കേണ്ട സമയമാണ്. നമ്മുടെ നാട്ടിൽ നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ കൃഷിയിലേക്ക് തിരിച്ചു വരണമെന്ന് അവരോട് ആഹ്വാനം ചെയ്യേണ്ട വിധത്തിലുള്ള പ്രചോദനകരമായിട്ടുള്ള പരിപാടികൾ ഇതുപോലെ നമുക്ക് ആവിഷ്കരിക്കാൻ വേണ്ടി കഴിയണം. കൃഷി എന്ന് പറയുന്നത് ഒരു ജോലി എന്നതിനേക്കാൾ ഉപരിയായി അതൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ കൂടി ഭാഗമാകണം. എല്ലാവരും കൃഷിക്കാരാവുക എന്നുള്ളതാണ്. ബഹുമാന്യ ഗവർണർ ഇവിടെ അദ്ദേഹം കൃഷി ചെയ്യുന്നു എന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഞങ്ങൾ കൃഷി ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഒരു പ്രതീകം എന്ന നിലയിൽ കേരളത്തിൻ്റെ പ്രഥമ പൗരൻ അദ്ദേഹം പോലും കൃഷി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം ബാധ്യസ്ഥരാണ്.
എല്ലാ ആളുകളും കൃഷി ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഏത് മേഖലയിൽപ്പെട്ട ആളുകളാണെങ്കിലും അവനവന് ചെയ്യാൻ കഴിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പാടില്ലാത്ത നമ്മുടെ നിത്യജീവിതത്തിലെ നമ്മുടെ ഒരു ഒഴിവാക്കാനാവാത്ത ഒരു ജോലി ഉത്തരവാദിത്തമായി നമ്മളെല്ലാവരും കൃഷിയെ കാണേണ്ട ഒരു സന്ദർഭമാണ്. അത്രയും വലിയ ഉത്തരവാദിത്തം നമുക്ക് ഏറ്റെടുക്കേണ്ടതുണ്ട്. കാരണം അത് ഈ കൃഷിയുടെ നാശത്തിന് ശേഷം കൃഷിയുടെ പതനത്തിനോടുകൂടി നമ്മുടെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളാണ്. അതിൽ നിന്നും നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മുടെ സമൂഹത്തിൻ്റെ സമ്പദ്ഘടന മുന്നോട്ട് പോകണമെങ്കിൽ, നമ്മുടെ കേരളം സ്വയം പര്യാപ്തതയിൽ എത്തണമെങ്കിൽ നമുക്ക് പ്രാഥമികമായി നാം പ്രോത്സാഹിപ്പിക്കേണ്ടതും കെട്ടിപ്പടുക്കേണ്ടതും വളർത്തിക്കൊണ്ടുവരേണ്ടതും കൃഷിയാണ് എന്ന ബോധ്യത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരാൻ കൃഷിഭൂമിയുടെ ഈ പരിപാടിക്ക് വലിയ പങ്കുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭം സൂചിപ്പിക്കുകയാണ്. എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഇവിടെ അവാർഡ് നേടിയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കൃഷിക്കാരെല്ലാം ഇവർ എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ഞാൻ അവരുടെ അവാർഡ് പ്രഖ്യാപിക്കുന്ന ദിവസം എൻ്റെ വീട്ടിൽ ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. എനിക്കിവരൊക്കെ നേരിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. ഞാൻ സിസ്റ്ററുടെ സ്കൂളിൽ ഞാൻ പോയിരുന്നു. ബാക്കിയുള്ള സ്ഥലത്തൊന്നും പോയിട്ടില്ല. പക്ഷേ സിസ്റ്ററുടെ സ്കൂളിൽ ഞാൻ പോയിരുന്നു. അവിടെ 2 തവണ എനിക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. മെൻ്റലി ചലഞ്ചഡായിട്ടുള്ള ഒരുപാട് കുട്ടികളാണ് അതൊക്കെ ചെയ്യുന്നത്. അതൊരു പുതിയ അനുഭവമാണ് നമുക്ക് കൃഷി എന്ന് പറയുന്നത്. എത്രമാത്രം കൃഷി ഒരു ജോലി മാത്രമല്ല, അതൊരു തെറാപ്പി കൂടിയാണെന്ന് തെളിയിച്ച ഒരു അനുഭവമാണ്. അവിടെ നമുക്ക് ചികിത്സാ സമ്പ്രദായം കൂടിയായിട്ട് മാറിയതാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. അതെല്ലാം മാതൃഭൂമി പങ്കുവച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഈ അവാർഡ് ജേതാക്കളായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൃഷിക്കാരെയും മറ്റുള്ളവരെല്ലാം കൃഷി വകുപ്പിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം മാതൃഭൂമി ചാനലിനോടുള്ള കൃഷി വകുപ്പിൻ്റെ പ്രത്യേകമായ എല്ലാ അഭിനന്ദനങ്ങളും കടപ്പാടും പ്രത്യേകമായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിനീതമായ നമസ്കാരം. Thank you, sir. And the moment has come to award the winners of the first Madhrubhumi News Krishi Bhumi Awards. We request the Honorable Governor of Kerala, Shri Justice P. Sathashivam, to please hand over the awards to the winners and the mementos to the finalists. I welcome on stage the farmer brothers from Mayil Panchayat of Kannur, Shri K.M. Damodaran and Shri K.M. Rajan, to receive the first Madhrubhumi Krishi Awards. Shri K.M. Damodaran and Shri K.M. Rajan are traditional farmers and are doing organic cultivation of vegetables and sugarcane in their land. They have been involved in agriculture for the last 50 years. Thank you, sir. We are proud to have the 5 other finalists who have made it till the last round of the awards. I request the Honorable Governor to hand over the mementos to the finalists. I request Shri Aravindan from Ottapalam, Palakkad, to come on stage and receive the memento from the Honorable Governor. Shri Aravindan maintains a nursery for medicinal plants and a rare species of trees and plants, which includes the baobab tree. Shri Aravindan is into organic farming and has won several awards for farming. Thank you. I request Shri Ayub Totoli from Wayanad to come on stage and receive the memento from the Honorable Governor. Shri Ayub Totoli is a social worker with a political background. He has a 9-acre organic farm and is mainly focusing on the cultivation of red lady papaya apart from cultivation of other vegetables. Shri Ayub, apart from focusing on new techniques in agriculture, is also well studied on the marketing aspects of agricultural production. Thank you. I request Sister Biji Jose to come on stage and receive the memento from the Honorable Governor. Sister Biji Jose introduced the special children of Carmel Jyoti Special School in Adimali, Angamali, suffering from autism, into the world of agriculture. The result was a classic example of how agriculture can transform the lives of children suffering from autism. Thank you. May I please request Sri Govindan Kuti Warrior from Melatur, Malappuram, to receive the memento from the Honorable Governor.
Shri Govindan Kuti Warrior, aged 85 years, is involved in the organic cultivation of vegetables in his 2-acre plot. Mr. Govindan Kuti Warrior successfully completed a certified course in organic farming from the Mahatma Gandhi University, Kottayam, at the young age of 82 years. Thank you, sir. Thank you. Next, may I request Shri Shubhakeshan from Alapura to come on stage and receive the memento from the Honorable Governor. Shri Shubhakeshan from Kanyakuri, Alapura, specializes in the development of a seed library which preserves and maintains traditional seed varieties of vegetables and fruits. Shri Shubhakeshan played a pivotal role in the famed Kanyakuri model farming in Alapura, which was a breakthrough in the agricultural history of Kerala. Thank you. We are proud to have the presence of our promoters of the Madhrubhumi News Krishibhumi program, Shri M.A. Francis, Managing Director, Kera Fed, and Professor E. Shashindran, Chairman, Vadagara Coconut Farmers Production Co. Limited. We request the Honorable Governor to present our mementos to our beloved promoters. Thank you. Thank you so much. I now request the Honorable Governor of Kerala, Justice Shri P. Sathashivam, to deliver the inaugural address. Thank you. Shri V.S.